നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഈ മാസം ബ്രസീൽ 2 മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ഒന്ന് കൊളംബിയക്കെതിരെയും മറ്റൊന്ന് അർജന്റീനയ്ക്കെതിരെയും. ആ 2 വമ്പൻ പോരാട്ടങ്ങൾക്കുള്ള ബ്രസീൽ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നെയ്മർ ജൂനിയർ ഇതാ മടങ്ങിയെത്തിയിരിക്കുന്നു. ഒരു വർഷത്തിലധികം കാലം പുറത്തിരുന്നിട്ടാണ് നെയ്മർ ജൂനിയറുടെ ഈ മടങ്ങി വരവ്. അതുകൊണ്ട് തന്നെ ആരാധകർ വലിയ പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ്. നെയ്മർ ജൂനിയറുടെ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നു. അദ്ദേഹം തൻ്റെ ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയകളിലുമൊക്കെ ഡൊറിവാൾ ജൂനിയറുടെ അനൗൺസ്മെന്റ്, ആ ഒരു പ്രഖ്യാപനം, അതായത് സ്ക്വാഡ് പ്രഖ്യാപനം കാണുന്ന ചിത്രം ടി വിയിൽ അത് ഇങ്ങനെ കാണുന്നു. അത് നെയ്മർ ജൂനിയർ വീക്ഷിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറിക്കുകയാണ്. ഗ്ലാഡ് ടു ബി ബാക്ക്, ഹാപ്പി ടു ബി ബാക്ക്, തിരിച്ചെത്തിയതിൽ വലിയ സന്തോഷം. നെയ്മർ ജൂനിയർ അതാണ് ഇപ്പോൾ പങ്കിടുന്നത്, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. വലിയ സന്തോഷം. ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള തൻ്റെ മടങ്ങി വരവിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കുറിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ബ്രസീലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള കളിക്കാരനാണ് നെയ്മർ ജൂനിയർ. 79 ഗോളുകളാണ് അദ്ദേഹം ബ്രസീലിനായിട്ട് ഇതുവരെ നേടിയിട്ടുള്ളത്. സാക്ഷാൽ പെലയെ മറികടന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത് 2023 ഒക്ടോബർ മാസത്തിലാണ്. 2023 ഒക്ടോബറിൽ കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ ഉറുഗ്വായ്ക്കെതിരെ കളിക്കുമ്പോഴാണ് ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ നെയ്മർ ജൂനിയർ പരിക്കേറ്റ് പുറത്തു പോകുന്നു. പിന്നീട് നീണ്ടകാലം പുറത്ത്. അതിനുശേഷം ഇതാ അദ്ദേഹം ഇപ്പോൾ പന്ത് തട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. വളരെ കുറച്ച് മത്സരങ്ങൾ അദ്ദേഹം സാന്റോസിന് വേണ്ടി കളിച്ചുകൊണ്ട് തിരികെ എത്തുന്നു. ആ തിരിച്ചുവരവിൽ തന്നെ താരത്തെ ടീമിലേക്ക് എടുക്കാൻ കോച്ച് ഡൊറിവാൾ ജൂനിയർ തയ്യാറായി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നെയ്മർ ബ്രസീലിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളിക്കാരനാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്ന നീക്കം തന്നെയാണ് ഇപ്പോൾ കോച്ചിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് കൂടി ഞാൻ പറയട്ടെ. അന്ന് വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രം കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കളിച്ച ആ നെയ്മറാണ് ഇന്നും ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കോൺമബോൾ മേഖലയിൽ ഏറ്റവും അധികം അസിസ്റ്റ് കൊടുത്തവരിൽ 2ാം സ്ഥാനത്ത്. അതാണ് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഹാമീസ് റോഡ്രിഗസും എഫേഴ്സൺ സെറ്റൽഡോയും 4 വീതം അസിസ്റ്റുകളുമായിട്ട് 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ സാക്ഷാൽ ലിയോ മെസ്സിയും മാക്സിമിലിയാനോ അറൗഹോയും മോയിസസ് കൈസോഡയും നിക്കോളാസ് ഡിലാക്രൂസും റോബർട്ടോ ഫെർണാണ്ടസും ഒക്കെ നെയ്മർ ജൂനിയർക്കൊപ്പം 3 അസിസ്റ്റുകൾ നൽകിയിട്ടുള്ളൂ. ദാറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് നെയ്മർ ജൂനിയർ. സ്റ്റിൽ അദ്ദേഹമാണ് ബ്രസീലിയൻ ടീമിൽ ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ നൽകിയിട്ടുള്ളത്. നെയ്മറുടെ തിരിച്ചുവരവ് തീർച്ചയായിട്ടും ബ്രസീലിന് ശക്തി പകരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോച്ച് ഡൊറിവാൾ ജൂനിയറും ഉള്ളത്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ്